ചാലിയാറിലെ തിരച്ചിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലേക്ക് കടക്കുകയാണ് സൈന്യം. മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് മുഴുവൻ ഈ അത്യാധുനിക റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുമെന്ന് നേരത്തെ ജില്ലാ കളക്ടർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉപകരണങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തിരച്ചിൽ എപ്പോഴാണ് തുടങ്ങുന്നത്? സിനോജ്, ഇപ്പോൾ ചാലിയാറിൽ നേരത്തെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സ്മൃതി, ഞാൻ ചാലിയാറിന്റെ തീരത്താണ് ഉള്ളത്. 5-ാം ദിവസത്തിലും തിരച്ചിൽ ചാലിയാറിൽ ഊർജിതമായിട്ട് നടക്കുകയാണ്. നേരത്തെ മലപ്പുറം SP പറഞ്ഞിരിക്കുന്നത് നേവിയുടെ ഹെലികോപ്റ്ററിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ ഹെലികോപ്റ്റർ കൂടി ഇന്ന് ഈ ചാലിയാറിന്റെ മുകളിലൂടെ താഴ്ന്നു പറക്കും. ഇന്നലെയും അങ്ങനെ പറന്നിരുന്നു. അങ്ങനെ താഴ്ന്നു പറന്ന് ഈ തിരച്ചിൽ ആളുകൾ ഇറങ്ങി നടത്തിയ തിരച്ചിൽ കാണാതെ പോയ ഏതെങ്കിലും മൃതദേഹം എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ ആകാശ നിരീക്ഷണം നടത്താൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഡ്രോണുകൾ പറന്നുകൊണ്ട് ഇന്നലെയും അങ്ങനെ നിരീക്ഷണം നടത്തിയിരുന്നു. ഡ്രോണുകൾ കൊണ്ടുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട് ചാലിയാറിൽ. അതുകൂടാതെ സ്കൂബ ഡൈവേഴ്സിനെ കൂടി ഇന്ന് മാവൂർ ഭാഗത്ത്, അതായത് കോഴിക്കോടിന്റെ മാവൂർ ഭാഗത്തേക്ക് ഇറക്കിയിട്ടുണ്ടെന്നാണ് SP പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും വെള്ളത്തിനടിയിൽ മൃതദേഹം കിടപ്പുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ സാധ്യമായ എല്ലാ രീതിയിലും തിരച്ചിൽ ചാലിയാറിൽ നടക്കുകയാണ്. അതിനിടയിലാണ് സന്നദ്ധ പ്രവർത്തകർ ഇന്ന് രാവിലെ തന്നെ 2 മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ നിലമ്പൂർ ഭാഗത്തോട് ചേർന്നാണ് അമ്പിട്ടാൻപെട്ടിയിലും താഴ്ഭാഗത്തേക്കാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നും വനമേഖലയിലേക്ക്, മുണ്ടേരി വനമേഖലയിലേക്ക് ആളുകൾ തെരച്ചിലുമായി കയറിയിട്ടുണ്ട്. ഇന്നലെയും ഈ വനമേഖലയിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളും ലഭിച്ചിരുന്നു. അതുകൊണ്ട് വനമേഖലയിലും ഇന്ന് തെരച്ചിൽ തുടരുകയാണ്. അവസാനത്തെ മൃതദേഹവും കണ്ടെത്തും വരെ തെരച്ചിൽ തുടരുമെന്നാണ് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരും ഈ ചാലിയാറിന്റെ ഇരു കരകളിലും വിവിധ സ്ഥലങ്ങളിലായിട്ട്, അതായത് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് മുതൽ കോഴിക്കോടിന്റെ ബേപ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി അതാത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി മൃതദേഹ ഭാഗങ്ങളും കണ്ടെടുക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ സജീവമായ തെരച്ചിൽ ഈ 5-ാം ദിവസവും ചാലിയാറിന്റെ 2 വശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നിർദ്ദേശം കൂടി പോലീസ് നൽകിയിരിക്കുന്നത്, ഇനി പോലീസിന്റെയും വനംവകുപ്പിന്റെയും അനുമതി ഇല്ലാതെ ആരെയും വനത്തിലേക്ക് കയറ്റി വിടില്ല. കാരണം 2-3 യുവാക്കൾ ഇന്നലെ തെരച്ചിലിന് പോവുകയും അവർ മടങ്ങി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. കുടുംബമോ നാട്ടുകാരോ പരാതി പറയാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ നാട്ടുകാർ തെരച്ചിലിന് പോകുന്ന സമയത്താണ് അവർ വയനാട്ടിലെത്തിയെന്ന വിവരം ലഭിച്ചതെന്ന് SP പറയുന്നു. അവർ വയനാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക്. പക്ഷേ വീട്ടിലേക്ക് ഫോൺ വിളിച്ചില്ല, ഫോൺ കൊണ്ടുപോയില്ല. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ മീൻമുട്ടി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനൊക്കെ തന്നെ അടുത്തെത്തിയ സമയത്ത് വയനാട്ടിൽ നിന്ന് വന്ന കോസ്റ്റ് ഗാർഡും മറ്റ് രക്ഷാപ്രവർത്തകരും അവരെ കയറ്റിക്കൊണ്ട് വയനാട്ടിലേക്ക് പോയെന്ന് വയനാട്ടിലെ പോലീസ് മലപ്പുറം SP വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പോലീസിൻ്റെ അനുമതി ഇല്ലാതെ ആരും അകത്തേക്ക് പോകരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാദൗത്യത്തിലേക്കാണ് ചാലിയാറിന് തീരത്ത് കാര്യങ്ങൾ പോകുന്നത്. വിവിധ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ 4 ഡ്രോണുകൾ പറന്നുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത്. കുറച്ച് മുൻപ് ആളുകൾ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ചാലിയാറിൽ. അതുകൊണ്ട് പല സ്ഥലത്തും നടന്ന് മുറിച്ച് കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമാണ്, എവിടെയൊക്കെയാണ് കുഴിയില്ലാത്തത് കല്ലില്ലാത്തതെന്ന് അറിയാവുന്ന ആളുകൾ മാത്രമാണ് ഇത് മുറിച്ച് കടന്ന് അക്കരയ്ക്ക് വനമേഖലയിലേക്ക് പോയി തിരച്ചിൽ നടത്തുന്നത്. പരമാവധി മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ശ്രമം. അതിൻ്റെ തിരച്ചിൽ ചാലിയാറിൻ്റെ ഇരു കരകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി, സിനോജ്, ഇപ്പോൾ കിട്ടിയ മൃതദേഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്? ശരീരഭാഗങ്ങളാണോ കിട്ടിയത്? അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അതായത് അമ്പിട്ടാൻപെട്ടിയിൽ നിന്ന് കിട്ടിയത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. അവിടെ ഒരു പാലമുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നു പോയ പാലമാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അവിടെ കണ്ടെത്തിയത് ഒരു സ്ത്രീയുടെ ശരീരമാണ്. പക്ഷേ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വയനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയുള്ള ആളുകൾക്ക് നേരിട്ട് കണ്ട് മൃതദേഹം തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ടാകും. ഇതിനിടയിൽ മറ്റൊരു കാലിൻ്റെ ഭാഗം കൂടി കിട്ടിയെന്ന് SP അറിയിക്കുന്നുണ്ട്. അങ്ങനെ 2 മൃതശരീരങ്ങളും ഒരു കാലിൻ്റെ ഭാഗമാണ് ഇന്ന് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇനിയും ശരീരഭാഗങ്ങളും ചാലിയാറിൻ്റെ തീരത്തുണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ 5-ാം ദിവസത്തിലും ഈ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങുന്ന സമയത്ത് ഈ മൃതദേഹങ്ങൾ കിട്ടുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. നേരത്തെ ഈ അമ്പിട്ടാൻപെട്ടി എന്ന ഒരു യുവതിയുടെ ബോഡി കിട്ടിയെന്ന് പറയുന്നു. അവിടെയൊക്കെ തന്നെ ഇതിന് മുൻപ് തെരച്ചിൽ നടത്തി പോയ സ്ഥലമാണ്. പക്ഷേ ആ സമയത്ത് അവിടെ നല്ല വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തിരച്ചിൽ പുഴയിലേക്ക് നടത്താൻ സാധിച്ചില്ല. ഇന്ന് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. രാത്രിയിലും മഴയുണ്ടായിരുന്നില്ല, രാവിലെയും മഴയില്ല. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് നല്ല രീതിയിൽ താഴ്ന്നതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ
സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്നത്തെ ആദ്യത്തെ മൃതദേഹം ലഭിച്ചത് പനങ്കായത്താണ്. കഴിഞ്ഞ ദിവസവും തുടർച്ചയായിട്ട് പനങ്കായം ഭാഗത്തു നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തും തിരച്ചിൽ ഇന്ന് ഊർജിതമാക്കിയിട്ടുണ്ട്. പരമാവധി സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഇറക്കി, അതായത് സന്നദ്ധ പ്രവർത്തകരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ ഇറക്കി, നാട്ടുകാരായ ആളുകളെ ഇറക്കി തിരച്ചിൽ നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പോത്തുകല്ല് പോലീസ് ലിമിറ്റ് മുതൽ വാഴക്കാട് ലിമിറ്റ് വരെയാണ് മലപ്പുറത്തിൻ്റെ അതിർത്തി. ഈ ഇത്രയും വഴികളിലൂടെയാണ് ചാലിയാർ ഒഴുകി പോകുന്നത്. ആ പോലീസ് ലിമിറ്റിലുള്ള എല്ലാ SHOമാരുടെ നേതൃത്വത്തിൽ പരമാവധി ആളുകളെ ഈ ചാലിയാറിൽ ഇറക്കി ഇരു കരകളിലും തെരച്ചിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചാലിയാറിലേക്ക് ഇറങ്ങുന്നവരുടെയും വനത്തിലേക്ക് പോകുന്നവരുടെയും കണക്ക് പോലീസിന് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസം പല ജില്ലകളിൽ നിന്ന് ആളുകൾ വന്ന് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 5ാം ദിവസത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ കുറച്ചും കൂടെ പോലീസ് അവരുടെ രേഖകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് ആളുടെ എണ്ണം കൃത്യമായി എടുത്തുകൊണ്ടാണ് പോകുന്നത്. കാരണം ആരെങ്കിലും നേരത്തെ സംഭവിച്ചതുപോലെ ആരെങ്കിലും പറയാതെ പോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനെ നല്ല പ്രവൃത്തിയെ ബാധിക്കും. അതുകൊണ്ട് ആ രീതിയിൽ ഇനി കാര്യങ്ങൾ പോകില്ല എന്ന് SP ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു ഏകോപനത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ചാലിയാറിന്റെ തീരങ്ങളിൽ മൃതദേഹം എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രയാസമുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. മൃതദേഹം കണ്ടെത്തി അടുത്തുകൂടെ പോയി നടന്നു നോക്കിയാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. കാരണം ഈ ചാലിയാറിന്റെ ഇരു കരകളിലും ധാരാളം മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. വലിയ പടുകൂറ്റൻ കല്ലുകളും മരത്തടികളൊക്കെ തന്നെ വന്ന് കിടപ്പുണ്ട്. വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ട സമയത്ത് വീടിന്റെയും കെട്ടിടങ്ങളുടെയും അവശേഷങ്ങൾ ഇരു കരകളിലും കിടപ്പുണ്ട്. അതിനിടയിലൂടെ നടന്നു വേണം ഇതൊക്കെ തന്നെ കണ്ടെത്തേണ്ടത്. എങ്കിലും ഈ ശ്രമകരമായ കാരണം ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് ചാലിയാറിലാണ്. ഇന്നും കിട്ടിയിരിക്കുന്നു 2 മൃതദേഹങ്ങൾ. ഒരു സ്ത്രീയുടെ ശരീരമാണ് തിരിച്ചറിഞ്ഞു. അതുകൂടാതെ ഒരു കാലിന്റെ ഭാഗവും കിട്ടിയിരിക്കുകയാണ്. ചാലിയാറിൽ തിരച്ചിൽ ഊർജിതമാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ചാലിയാറിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ